സംഗീത സാന്ദ്രമായി ഡിവൈൻ വോയിസ്. അനശ്വരനാം ജഗദീശ അനുപമ സ്നേഹാംബുധിയേ അനുഗ്രഹപൂമഴ പൊഴിയൂ. നെയ്യാറ്റിൻകര രൂപത ലിറ്റർജി കമ്മീഷന്റെ നേതൃത്വത്തിൽ സമന്വയ വിഷൻ, ഏഞ്ചൽ വിഷൻ, അസിസി കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പ്രേക്ഷിത സംഘങ്ങളുടെ സഹകരണത്തോടെയാണ് ഡിവൈൻ വോയിസ് റിയാലിറ്റി ഷോ നെയ്യാറ്റിൻകര രൂപത ക്രമീകരിച്ചത്. 28 ടീമുകൾ പങ്കെടുത്ത ഓഡിഷനുകൾക്കൊടുവിൽ 9 ടീമുകളാണ് റിയാലിറ്റി ഷോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡിവൈൻ വോയിസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവ് നിർവഹിച്ചു. നെയ്യാറ്റിൻകര രൂപതയിലെ പാസ്റ്ററൽ മിനിസ്ട്രിയും ലിറ്റർജി കമ്മീഷനും സമന്വയ ഇൻസ്റ്റിറ്റ്യൂട്ടും അസിസി കമ്മ്യൂണിക്കേഷൻസും ഏഞ്ചൽ വിഷനും ചേർന്ന് ഒരുക്കിയ വളരെ നല്ല ഒരു സംരംഭമാണ് ഡിവൈൻ വോയിസ്. ഡിവൈൻ വോയിസ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് സമാരംഭിച്ചത്. തീർച്ചയായും ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹവും പരിപാലനയും ഡിവൈൻ വോയിസിന് എന്നും ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പാസ്റ്ററൽ മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ഇഗ്നീഷ്യസ്, സമന്വയ വിഷൻ ഡയറക്ടർ ഡോക്ടർ വിൻസെന്റ് കെ പീറ്റർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാവർക്കുമൊക്കെ സാധിക്കുമെങ്കിൽ തീർച്ചയായും നമുക്കും സാധിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ സംരംഭത്തിലൂടെ, ഡിവൈൻ വോയിസ് എന്ന ആ ദൃശ്യമാധ്യമ സംരംഭത്തിലൂടെ നാം കാണിച്ചു കൊടുക്കുന്നതും നമുക്ക് അനുഭവപ്പെടുന്നതും. നവസുവിശേഷവൽക്കരണവും വിശ്വാസ പ്രഘോഷണ വർഷവും വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു. നെയ്യാറ്റിൻകര രൂപത ഉൾക്കൊള്ളുന്ന നെയ്യാറ്റിൻകര, നെടുമങ്ങാട് താലൂക്കുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ട ദൈവിക സ്വരം ഇന്ന് ഇവിടെ മാധ്യമ രംഗത്തിലൂടെ അനാവരണം ചെയ്യുകയാണ്. നെയ്യാറ്റിൻകര രൂപത ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് 300-ൽ അധികം ദേവാലയങ്ങളും കപ്പേളുകളുമുണ്ട്. എല്ലാ ദിവസവും ഞായറാഴ്ചകളിലും വിശ്വാസ സമൂഹം ഒരുമിച്ച് കൂടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് ദൈവം കൃപയായി നൽകിയിരിക്കുന്ന സ്വരം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുകയും മനുഷ്യർക്ക് വേണ്ടുന്ന ആവശ്യത്തിൽ അധികമായ ശുശ്രൂഷയും ചെയ്തു പോകുന്ന ഒരു പ്രദേശമാണ് നെയ്യാറ്റിൻകര രൂപതയിലെ എല്ലാ സ്ഥലങ്ങളും. റിയാലിറ്റി ഷോയുടെ വിധികർത്താക്കളായി ബോംബെ എസ് കമാൽ, സ്വർലയ ഡയറക്ടർ ഫാദർ ബിജു അരഞ്ഞാണിയിൽ, ഗായിക ലക്ഷ്മി ബെൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു. പാലകൻ വാർത്താ ടീമാണ് ഡിവൈൻ വോയിസ് ചിത്രീകരണത്തിന് നേതൃത്വം നൽകിയത്. പാലകൻ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളിൽ റിയാലിറ്റി ഷോ സംപ്രേഷണം ചെയ്യും.